ഹലോ സർ, ഞാൻ ടുഫി ആപ്പിൽ നിന്നുള്ള ഗുലാബ് പട്ടേൽ. ടുഫി ആപ്ലിക്കേഷനിൽ വിദ്യാർത്ഥി പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ ഞങ്ങൾ പഠിക്കും. വിദ്യാർത്ഥി പ്രൊഫൈലിൽ നിന്ന് നേരിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥിക്ക് ആപ്ലിക്കേഷൻ ലിങ്കും ഐഡി പാസ്വേഡും അയക്കാൻ കഴിയുന്ന സ്റ്റുഡന്റ് വീഡിയോ ചേർക്കാനും കാണാനും ഞാൻ നിങ്ങളെ കാണിച്ചു. ഞങ്ങളുടെ വിദ്യാർത്ഥിക്ക് എങ്ങനെ ഐഡി, പാസ്വേഡ്, ആപ്പ് ലിങ്ക് എന്നിവ അയക്കാനും അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ പ്രവേശനം ആരംഭിക്കാനും കഴിയുമെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കും. വിദ്യാർത്ഥി പ്രൊഫൈലിലേക്ക് പോയി വ്യക്തിഗത വിവരങ്ങളുടെ ചുവടെ പോയി ഈ കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ വിദ്യാർത്ഥി വാട്സപ്പ് സന്ദേശത്തിലേക്ക് ഐഡി, പാസ്വേഡ്, ആപ്ലിക്കേഷൻ ലിങ്ക് എന്നിവ അയക്കും. ഇപ്പോൾ ഞാൻ അഡ്മിൻ സൈഡിൽ നിന്ന് ലോഗിൻ ചെയ്യുകയും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആപ്ലിക്കേഷൻ വീണ്ടും തുറക്കുമ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങളെ 3 ഓപ്ഷൻ കാണിക്കും. ആദ്യം അഡ്മിൻ ലോഗിൻ, രണ്ടാമത്തേത് ടീച്ചർ ലോഗിൻ, മൂന്നാമത്തേത് സ്റ്റുഡന്റ് ലോഗിൻ. വിദ്യാർത്ഥി ലോഗിൻ പേജിലേക്ക് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഭാഷ മാറ്റാൻ കഴിയും. ആദ്യം സന്ദേശത്തിൽ നിന്ന് അഡ്മിൻ ജിമെയിൽ ചേർക്കുക. തുടർന്ന് സന്ദേശത്തിൽ നിന്ന് വിദ്യാർത്ഥി കീ ചേർക്കുക. തുടർന്ന് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ലോഗിൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ഥിരീകരണത്തിനായി ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് നിങ്ങളോട് ചോദിക്കും. ഏതെങ്കിലും ജിമെയിൽ ക്ലിക്ക് ചെയ്ത് തുടരുക. നിങ്ങൾ വിജയിച്ച് പൂർത്തിയായി വിദ്യാർത്ഥി പ്രൊഫൈലിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. ടോപ്പ് ഓപ്പ് സ്ക്രീൻ ആപ്പിൽ വിദ്യാർത്ഥികളുടെ ചിത്രം, പേര്, ബാച്ച് നാമം എന്നിവ കാണിക്കും. അടുത്ത കാർഡിൽ ആപ്ലിക്കേഷൻ ഇന്നത്തെ ഹാജർ നില കാണിക്കും. നിങ്ങൾ ഹാജർ നിലയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ഹാജർ സംഗ്രഹം മാസം വിവേകപൂർവ്വം കാണിക്കും. ആപ്ലിക്കേഷൻ തീർപ്പുകൽപ്പിക്കാത്ത ഫീസ് കാർഡ് കാണിക്കും. തീർപ്പുകൽപ്പിക്കാത്ത ഏതെങ്കിലും ഫീസ് ലഭ്യമാണെങ്കിൽ, ലഭ്യമല്ലെങ്കിൽ തീർപ്പാക്കാത്ത ഫീസ് കാർഡ് മറയ്ക്കും. ആപ്ലിക്കേഷൻ ലഭ്യമാണെങ്കിൽ വിദ്യാർത്ഥിയിൽ നിന്ന് അവസാനമായി അടച്ച ഫീസ് കാണിക്കും. ലഭ്യമല്ലെങ്കിൽ ഈ കാർഡ് മറയ്ക്കും. അവസാനമായി ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ചില പരീക്ഷകളുടെ ഡാറ്റ കാണിക്കും. നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളും പരിശോധിക്കണമെങ്കിൽ ആ കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആ വിദ്യാർത്ഥിയിൽ നിന്നുള്ള എല്ലാ പരീക്ഷകളും ആപ്ലിക്കേഷൻ കാണിക്കും. എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നതിൽ അഡ്മിൻ സൈഡിന് സമാനമാണ്. ചില ഫംഗ്ഷനുകൾ നഷ്ടമായിരിക്കുന്നു, കാരണം അവ വിദ്യാർത്ഥിക്ക് പ്രസക്തമല്ല. സ്റ്റുഡന്റ് ലോഗിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ എല്ലാം പഠിച്ചു. അതിനാൽ ഇപ്പോൾ ബൈ ബൈ, വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഏത് സമയത്താണ് നിങ്ങൾ ഇത് കാണുന്നത്? ഈ വീഡിയോ കണ്ടതിന് നന്ദി.